വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 42. ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിനു വേണ്ടി തന്നെ എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപ്പകൽ ഭക്ഷണമാ എവിടെ നിന്റെ ദൈവം? ഇന്ന് ഓരോരുത്തർ നിരന്തരം എന്നോട് ചോദിച്ചു. ജനക്കൂട്ടത്തോടൊപ്പം ഞാൻ പോയി ദേവാലയത്തിലേക്ക്. ഞാനവരെ ഘോഷയാത്രയായി നയിച്ചു. ആരാധനവും കൃതജ്ഞതാഗീതങ്ങളും ഉയർന്നു. ജനം ആർത്തുല്ലസിച്ച് ഹൃദയം പൊട്ടിക്കരയുമ്പോൾ ഞാൻ ഇതെല്ലാം ഓർക്കുന്നു. എൻ്റെ
വിഷാദം പൂണ്ടിരിക്കുന്നു. അതിനാൽ ജോർദാൻ പ്രദേശത്തും ഹെർമോണിലും മിസാർ മലയിലും വച്ച് അങ്ങയെ ഞാൻ അനുസ്മരിക്കുന്നു. അങ്ങയുടെ വെള്ളച്ചാട്ടങ്ങളുടെ ഇരമ്പൽ കൊണ്ട് ആഴം ആഴത്തെ വിളിക്കുന്നു. അങ്ങയുടെ തിരമാലകളും ഓളങ്ങളും എൻ്റെ മീതെ കടന്നു പോകുന്നു. നീർച്ചാലു തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാലു തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു. രാത്രികാലത്ത് അവിടത്തേക്ക് ഞാൻ ഗാനമാലപിക്കും. എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. അവിടുന്ന് എന്നെ മറന്നതെന്തുകൊണ്ട്? ശത്രുവിന്റെ പീഡനം മൂലം എനിക്ക് വിലപിക്കേണ്ടി വന്നതെന്തുകൊണ്ട്? ഇന്ന് എൻ്റെ രക്ഷാശിലയായ ദൈവത്തോടു ഞാൻ ചോദിക്കും. നീർച്ചാലു തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാലു തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു.
നീർച്ചാലു തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. നീർച്ചാലു തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. വചനോപാസന. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 42-ാം സങ്കീർത്തനമാണ്. 42-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തെ ആസ്പദമാക്കിയിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം തന്നെ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളെല്ലാവരും കേൾക്കുകയും പാടുകയും ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ്. ദാഹിക്കുന്നെന്നാത്മം ദേവാ നിന്നെ പ്രാപിക്കാൻ എന്നുള്ളം ദാഹിക്കുന്നു, നീരിനായി കേഴുന്ന പേടമാൻ പോൽ മാരിക്കായി കേഴുന്ന വേഴാമ്പൽ പോൽ. ദൈവത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യാത്മാവിൻ്റെ തീവ്രമായ ദാഹമാണ് ഈ സങ്കീർത്തനത്തിലൂടെ വെളിവാക്കപ്പെടുന്നത്. പ്രശാന്തമായ കാത്തിരിപ്പ്, ക്ഷമയോടുകൂടിയ പ്രതീക്ഷയാണ് മനുഷ്യന് ആവശ്യം. കർത്താവ് മറന്നുപോയാലും പൊതുജനം അവഹേളിച്ചാലും പ്രത്യാശ കൈവിടരുത് എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് ഈ സങ്കീർത്തനത്തിലൂടെ സങ്കീർത്തന കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. അരുവിയിൽ വെള്ളം കിട്ടാഞ്ഞിട്ട് വീർപ്പുമുട്ടുന്ന മാൻപേട വെള്ളത്തിന് അതിയായിട്ട് ആഗ്രഹിക്കുന്നു. ദാഹിച്ച് പൊരിയുന്ന മൃഗം. ഇതുപോലെയാണ് സങ്കീർത്തകൻ ദൈവത്തിന് വേണ്ടി ആശിക്കുന്നത് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കറിയാം, ഒരു മൃഗത്തെ സംബന്ധിച്ചിടത്തോളം ജലം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജലമില്ലാതെ അധികം നാൾ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ദാഹിക്കുന്ന ഒരു മൃഗം എപ്രകാരം വെള്ളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുവോ അതുപോലെ സങ്കീർത്തകൻ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭത്തിൽ 1 മുതൽ 4 വരെയുള്ള വാക്യത്തിൽ വരച്ച് കാട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ്ടും 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്നു, തകരുന്ന ജീവിതത്തിന് ചിതറുന്ന മനുഷ്യശക്തിക്ക് ഇവിടെ സമാശ്വാസം ലഭിക്കുന്നുവെന്നാണ് പറയുന്നത്. ദൈവത്തിൽ തകരുന്ന മനുഷ്യനും ചിതറുന്ന മനുഷ്യർക്കുമൊക്കെ സമാശ്വാസം ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ് എന്ന് പറഞ്ഞു വരികയാണ്. ഞാൻ പണ്ട് കർത്താവിനെ ആഘോഷമായി സ്തുതിച്ചതുപോലെ ഇനിയും സ്തുതിക്കുമെന്ന് സങ്കീർത്തകൻ പറയുകയാണ്. 5-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. എൻ്റെ ആത്മാവെ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എൻ്റെ സഹായവും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തുമെന്നാണ് പറയുന്നത്. നമുക്ക് പലപ്പോഴും ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകൾ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കാനും ഒക്കെ സാധിക്കാതെ പോകുന്നു. എന്നാൽ സങ്കീർത്തകൻ പറയുകയാണ്, ഇതൊക്കെ ഉണ്ടായാൽ പോലും ഞാൻ ദൈവത്തെ പുകഴ്ത്തും എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ദുഃഖത്തിൽ ശക്തി ക്ഷയിച്ച് നിരാശയിൽ നീന്തിത്തുടിച്ച് നശിച്ച് ഇല്ലാതായി തീരേണ്ടതല്ല സങ്കീർത്തകൻ്റെ ജീവിതം എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കേണ്ടത്. ഈ നിരാശയുടെയും തകർച്ചയുടെയും ഒക്കെ മധ്യത്തിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ളൊരു ജീവിതമാണ് തൻ്റെ ജീവിതമെന്ന ബോധ്യമാണ് സങ്കീർത്തകൻ ഇവിടെ പ്രകടമാക്കുന്നത്. സങ്കീർത്തകൻ സ്വയം പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. വീണ്ടും 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തൻ്റെ ജീവശക്തി തകർന്നിരിക്കുകയാണെന്ന് വീണ്ടും
സങ്കീർത്തനം ഇവിടെ പറയുകയാണ്. രോഗമാണോ ഇവിടെ അർത്ഥമാക്കുന്നത് എന്ന് ഉറപ്പില്ല. ചിലപ്പം രോഗം മൂലമായിരിക്കാം സങ്കീർത്തകൻ പറയുന്നത് തൻ്റെ ജീവശക്തി തകർന്ന് ഇരിക്കുകയാണ് എന്ന്. കർത്താവിനെ പറ്റി ഓർക്കുകയാണ്, ചിന്തിക്കുകയാണ് ഈ തകർന്ന ജീവിത സാഹചര്യത്തിലും സങ്കീർത്തകൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ സങ്കീർത്തകൻ ഹൃദയത്തിൻ്റെ അഗാധത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സംശയരഹിതമായ അനുഭവങ്ങളാണ്. ദൈവം തൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ തകർന്ന സാഹചര്യത്തിൽ സങ്കീർത്തകൻ ചിന്തിച്ചു പോകുന്നത്. സഹനത്തിൻ്റെ നിഴൽ വീശിയ താഴ്വരയിൽ നിന്ന് ജീവൻ്റെ ഔന്നത്യങ്ങളിലേക്ക് സങ്കീർത്തകൻ എത്തി നോക്കുകയാണ്. ദൈവ സാന്നിധ്യമുള്ള സെഹിയോനിലേക്കാണ് സങ്കീർത്തകൻ്റെ എല്ലാ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ട് കാണാൻ സാധിക്കും. ഒന്നാമതായിട്ട് ദൈവഭവനത്തെ എല്ലാ വിശ്വാസിയും സ്നേഹിക്കണം എന്നുള്ളതാണ്. ദൈവവുമായുള്ള ഐക്യമാണ് ഓരോ വിശ്വാസിയും അവൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കേണ്ടത്. കൂടുതൽ ദൈവാനുഗ്രഹത്തിനായിട്ട് നമുക്ക് വിശപ്പും ദാഹവും വേണം. ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ദൈവാനുഭവം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒന്നല്ല. അതിനുവേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ലഭിക്കുന്നത്. മാൻപേടയ്ക്ക് വെള്ളം കിട്ടുന്നത് അത് അതിനെ അന്വേഷിച്ചു പോകുമ്പോഴാണ്. ഇതുപോലെ ദൈവാനുഭവത്തിനായിട്ട് നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവാനുഭവത്തിന് വേണ്ടി തീവ്രമായിട്ടും ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ തീരണം എന്ന സന്ദേശമാണ് ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കർത്താവ് നൽകുന്നത്. രണ്ടാമതായിട്ട് വിഷാദാത്മകതയും നിരാശയും ആകുലതയും വിശ്വാസിക്ക് ചേർന്നതല്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കാനും അവിടുത്തെ സ്തുതിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. നമ്മുടെ നിരാശയുടെയും തകർച്ചയുടെയും ഒക്കെ മേഖലകളിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് വിശ്വാസിക്ക് തൻ്റെ ഉയർച്ചയും തകർച്ചയും വിജയവും പരാജയവും പ്രത്യാശയും നിരാശയും സുഖവും ദുഃഖവും വളർച്ചയും തളർച്ചയും കർത്താവിനോട് തുറന്നു പറയുവാനായിട്ട് കഴിയണം. ഏത് സാഹചര്യത്തിലും ദൈവത്തെ മറക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് നമ്മൾ അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഭാരങ്ങൾ ഇറക്കി വയ്ക്കുന്ന ഒരു അനുഭവം, ആശ്വാസം ലഭിക്കുന്ന അനുഭവം. നമുക്കറിയാലോ, നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിയുമ്പോൾ വലിയൊരു ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് പങ്കുവെച്ചു കൊണ്ടുപോകുന്ന ആളുകളായിട്ട് നമുക്ക് മാറണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആശ്വാസവും നമ്മുടെ ജീവിതത്തിൽ ദാഹവുമൊക്കെ ശമിപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥ, സാഹചര്യം സൃഷ്ടിക്കപ്പെടും എന്നാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വേണ്ടി ദാഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആളുകളായിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറാൻ സാധിക്കട്ടെ. വചനോപാസന. വാ യേശുവേ, വാ യേശുവേ, വാ യേശുവേ, വാ
വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ കുഴലുകൾ കൊണ്ടും കിന്നരം കൊണ്ടും കരളിൻ നിഴയിലെ സ്വരഗതിയാൻ വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ കുഴലുകൾ കൊണ്ടും കിന്നരം കൊണ്ടും കരളിൻ നിഴയിലെ സ്വരഗതിയാൻ വായേശുവേ യേശുവേ 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 പാരിന്റെ പരിപാലക പാരിന്റെ പരിപാലക പരിശുദ്ധ പരമോന്നത പരിപാലക പരിശുദ്ധ പരമോന്നത തൊഴുന്നു മിശിഹ കുരിശിൻ വഴി നീ അരുളി ദുരിതങ്ങളിൽ ആശ്വാസമായി തുടരും വേളകളിൽ വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ കുഴലുകൾ കൊണ്ടും കിന്നരം കൊണ്ടും കരളിൻ നിഴയിലെ സ്വരഗതിയാൻ വായേശുവേ 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 ദൈവത്തിൻ പ്രിയ സൂനുവേ ദൈവത്തിൻ പ്രിയ സൂനുവേ ദയവിൻ്റെ ഉപമേയമേ ദൈവത്തിൻ പ്രിയ സൂനുവേ ദയവിൻ്റെ ഉപമേയമേ തൊഴുന്നു മിശിഹ വിണ്ണിൻ വചനം നൽകി ദുരിതങ്ങളിൽ ആശ്വാസമായി തുടരും വേളകളിൽ വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ കുഴലുകൾ കൊണ്ടും കിന്നരം കൊണ്ടും കരളിൻ നിഴയിലെ സ്വരഗതിയാൻ വായേശുവേ വായേശുവേ വാഴ്ത്തുന്നു നിന്നാമം നാളിൽ നാളിൽ ഞാൻ സരിഗരിഗ പഗ പനി പനി സനി പനി പഗ പഗരിഗരി സരി വായേ
ഗ പ ഗ പ നീ സ സ സ സ നി നി സ സ സ സ നി നി സ സ സ സ നി നി രി 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 നി നി സ സ സ സ നി നി രി 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 ഗ ഗ രി രി ഗ ഗ രി രി ഗ ഗ രി രി ഗ ഗ രി രി സ സ നി നി പ പ ഗ ഗ രി രി സ രി ഗ രി ഗ പ ഗ പ നി പ നി സ നി നി സ സ സ സ നി നി രി 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 നി നി സ സ നി നി രി രി സ സ നി നി പ പ ഗ ഗ രി പ ഗ രി സ രി വാ യേശുവേ വാ യേശുവേ വാഴ്ത്തും